മാരിയറ്റിലെത്തി. ഇപ്പോൾ ഇവിടെ ഇരിക്കുക. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യണം. അതിൻ്റെ പരിപാടിയിൽ ഞാൻ ഇവിടെ ഇരിക്കുക. ഇപ്പോൾ വെളിയിൽ ഭയങ്കര ചൂടാണ്, പിന്നെ അകത്തിരിക്കുന്നതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. നമ്മൾ മാരിയറ്റ് ഹോട്ടലിലെത്തി. മാരിയറ്റ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മുടെ റൂം 2111. മാരിയറ്റ് പ്രോപ്പർട്ടി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് എൽ സേഫ് എന്ന് പറഞ്ഞ സേഫ് ബോക്സ്. ഇത് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റിലാണേലും നമ്മൾ ഏതൊരു മാരിയറ്റ് ചെന്നാലും എൽ സേഫിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഡൊമിറ്റക് എന്ന് പറയുന്ന മിനി ബാറും ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി എല്ലാ മാരിയറ്റ് ഹോട്ടലും. ഇതാണ് അവരുടെ മെയിൻ ഒരു റെക്കമെൻഡഡ് ബ്രാൻഡ് അവരുടെ പ്രോപ്പർട്ടീസിൽ. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അയൺ ബോർഡും ഇതും ചൈനയുടെയാണ്. നോർമലി ഇവർ യൂസ് ചെയ്യുന്നത് ബെൻലി അല്ലെന്നുണ്ടെങ്കിൽ നോർത്ത് മൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പക്ഷേ ഇതിപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ചൈനീസ് ഒരു ബ്രാൻഡാണ്. നമ്മൾ താമസിക്കുന്ന റൂം നമ്പർ മാരിയറ്റിൽ 2111. ഇതാണ് മുറി. സംഭവം ഒരു 10 വർഷം, എനിക്ക് തോന്നുന്നു 8 വർഷം 10 വർഷം ആയെന്ന് തോന്നി ഈ പ്രോപ്പർട്ടി. അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. പുതിയ ഒരു ലേറ്റസ്റ്റ് മാരിയറ്റിൻ്റെ ആ ഒരു ഫർണിഷിങ്ങിൻ്റെ ലുക്കല്ല ഇതിപ്പം. പഴയ മാരിയറ്റിൻ്റെ ആ ഒരു ഡിസൈനാണ്. ഈ കർട്ടൻസൊക്കെ ഓട്ടോമാറ്റിക് കർട്ടൻസാണ്. നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ തുറന്ന് വരും. നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാവും, തിരിച്ച് റിവേഴ്സിൽ പോവും. അതുപോലെ തന്നെ ഈ ബാത്റൂമിന് ഇവിടെ ഒരു കർട്ടനുണ്ട്. അത് അകത്തുനിന്ന് ഇതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അതായത് പിന്നെ അതിൻ്റെ പുറകെ ഗ്ലാസ്സാണ്, അത് നമുക്ക് ബാത്റൂം കാണാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ്. ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ലുലുവിൻ്റെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. ഈ റോഡ് പോകുന്നത് പുതിയ ഹൈവേയാണ്. ആ ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് അമൃത എന്നാണ് തോന്നുന്നത്. നാളെ അറിയാം. ഇന്നിപ്പം നമ്മൾ ഹോട്ടലിൽ ഒന്ന് ചെക്ക് ഇൻ ചെയ്തതേ ഉള്ളൂ. നാളെ ആണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അമൃതയിലൊന്ന് പോകുന്നത്. അപ്പം നാളെ അറിയാം അത് തന്നെയാണോ അമൃത എന്ന്. ഇതാണ് ഹോട്ടലിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഇവിടെ കുറേ വില്ലകളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് വില്ലാസൊക്കെ ആയിരിക്കും ഇത്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ഹൈവേ വളരെ ഡബിൾ ഹൈവേ വരുന്നത്. എലിവേറ്റഡ് ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് കാണാം. സ്കൈലൈൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നതിൻ്റെ തൊട്ടടുത്ത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ലുലുവാണ്. മെട്രോ പോകുന്നുണ്ടോ, കൊച്ചി മെട്രോ. കൊച്ചി മാരിയറ്റ് ഹോട്ടലിൻ്റെ ലോബിയാണിത്. ഈ ഒരു ക്ലോക്ക് യൂസഫ് അലി മാരിയറ്റിന് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ ഹോട്ടൽ തന്നെ യൂസഫ് അലിയുടെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 100% അദ്ദേഹത്തിൻ്റെ ആണെന്നാണ് കേട്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പോയി കഴിച്ചു. കുഴപ്പമില്ല, നല്ല രസമുള്ള കുറേ സംഭവങ്ങളുണ്ട്, പുതിയതായിട്ടുള്ള ഫുഡുകൾ. ഇതാണ് കൊച്ചി മാരിയറ്റ് ഹോട്ടലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ലോബിയിൽ
വന്നിങ്ങനെ ഇരിക്കുക. ഭയങ്കര ക്രൗഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അറബ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഏതോ കുവൈറ്റ് എയർലൈൻസിൻ്റെ ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ രാവിലെ പോകുന്നതാണ്. രാവിലെ ഒരു ചെറിയ മഴക്കോള് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മഴ പെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മളിപ്പം വെളിയിലോട്ട് പോവുകയാണ്. പോയിട്ടൊരു 12 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് വെളിയിലോട്ട് ഇപ്പം പോകുന്നത്. മാരിഡിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ലഞ്ച് കഴിക്കാൻ വന്നു. ഇതാണ് സൂപ്പ് സെക്ഷൻ. ഇത് കോൾഡ് അപ്പിറ്റൈസർ. ഇതിനകത്ത് ആ ചിക്കൻ്റെ സലാഡ് കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സലാഡ്, മഷ്റൂം സലാഡ് കൊള്ളായിരുന്നു. എല്ലാം ഒന്നും എടുത്ത് കഴിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ സംഭവം നമുക്ക് ഒരിക്കലൊക്കെ കയറി കഴിക്കാം. ഇത് നമ്മുടെ ചിക്കൻ ഒരു ഗ്രില്ലും പിന്നെ ഗോബി മഞ്ചൂരിയനും ഓരോ പീസ് എടുത്ത് ട്രൈ ചെയ്തായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോണില്ലേ, കോൺ വിത്ത് ക്രീം, അതുപോലെ കുറച്ച് ടൊമാറ്റോ, ഒരു പോളോക്കോണൊക്കെ പോലത്തെ ഒരു ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ സ്റ്റ്യൂ ആണിത്. ഇതും രണ്ടും ഒരു സ്വല്പം ട്രൈ ചെയ്തായിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ഫുഡിന് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ട് പറഞ്ഞൊരു വെറൈറ്റീസ് അത്ര ഞാൻ അങ്ങോട്ട് കണ്ടില്ല. അതുപോലത്തെ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബട്ട് ഈ ഷ്രിംപ്സ്, ലോബ്സ്റ്റർ അത്ര സംഭവങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അവർ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലായതുകൊണ്ടായിരിക്കും ഇതുപോലെ കറികളും ചിക്കൻ കറി കണ്ടോ, ആരും തൊട്ടിട്ട് പോലുമില്ല. കണ്ടോ, ബീഫ് കറി, അതുപോലെ ഇതും എന്തോ മഷ്റൂമോ എന്തോ ആണ്, ഫിഷ് കറിയാണത്. ഇത് എനിക്ക് തോന്നുന്നത് ചീസ് പനീറാണ്, പനീർ. ഇതും എന്തോ ചിക്കൻ കറിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എന്തോ വെജിറ്റബിളാണ്. ഇത് കഴിക്കാൻ വേണ്ടി നമ്മളൊരു 2000 രൂപ ഒരു ലഞ്ചിന് കൊടുക്കണം. ചൈനീസിൽ നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ അതുപോലെ ചൈനീസിൻ്റെ ഏതോ ഒരു ചിക്കൻ്റെ ഒരു സ്റ്റൂവും ഒരു ഇതിനകത്തൊരു വെജിറ്റബിളും ഒക്കെയാണ്. പിന്നെ ഇവരിവിടെ ഫിഷും എന്തോ ഗ്രില്ല് ചെയ്ത് തരും. ഒരു ഫിഷ് മാത്രമേ ഉള്ളൂ ഗ്രില്ലിംഗ് എന്ന് പറയാൻ. സ്വീറ്റ് ഉണ്ട്. ഞാൻ ഈ ഭാഗത്തോട്ട് വന്നേ ഇല്ല സ്വീറ്റിൻ്റെ. വെറുതെ ഷുഗർ കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്തില്ല. ഇതെന്തോ സിന്നമൺ കേക്കിൻ്റെ എന്തോ മിക്സിങ്. ഒരു സാധനം ഇതിനകത്ത് വന്ന് ട്രൈ ചെയ്തില്ല. ഒരു വെറുതെ ഷുഗർ കൂട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ടൊരു ലഞ്ച് കഴിക്കുന്നതിന് 2000 റുപ്പീസ് മോറോലെസ് ഒരാൾക്ക് ആവും. പക്ഷെ വൺ ടൈം വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇതാണ് മാരിറ്റിൻ്റെ റെസ്റ്റോറൻറ്റ്. ഔട്ട് സൈഡിലും ഇരിക്കാം. അത്യാവശ്യം ഒരു 50 പേർക്കൊക്കെ ഇരിക്കാം, 50-100 പേർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ സൈഡിൽ കാണുന്നത് കൊച്ചി ലുലുവിൻ്റെ ബാക്ക് സൈഡാണ്. മാരിറ്റിൻ്റെയും കൊച്ചിയുടെ ഇടയ്ക്കുള്ള റോഡാണിത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.